ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ ചില പരിമിതികളുണ്ട് ഇപ്പോൾ. പക്ഷേ ഞാനിതൊക്കെ പുറത്തു പറയും. കാര്യം ഇതൊന്നും ഒളിച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ജനങ്ങൾക്ക് ജോലിയില്ല, ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. കേരളത്തിലെ മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകൻ കേരളത്തിലെ 14 ജില്ലകളും സന്ദർശിച്ചു. അദ്ദേഹം അവിടെ കണ്ടത് സർക്കാർ പരസ്യങ്ങളിൽ കാണുന്ന കേരളമല്ല, ജനങ്ങളുടെ യഥാർത്ഥ ജീവിതമാണ്. വിദ്യാഭ്യാസത്തിൽ 1ാം റാങ്ക് നേടിയ യുവതിയുവാക്കൾക്ക് പോലും ജോലിയില്ല. ഡിഗ്രിയും PG നേടിയവർ തൊഴിൽ ഇല്ലാതെ നിരാശയിൽ കഴിയുകയാണ്. വ്യവസായ സ്ഥാപനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കച്ചവടം കുറഞ്ഞു. കടകൾ തുറന്ന് ഇരിക്കുമ്പോഴും വാങ്ങാൻ ആളുകളില്ല. ഒരിക്കൽ തിരക്കേറിയിരുന്ന ബാർബർ ഷോപ്പുകളിൽ പോലും മുടിവെട്ടാൻ ആളുകൾ കുറയുന്നു. ഇതാണ് ഇന്നത്തെ കേരളത്തിലെ യഥാർത്ഥ ജനങ്ങളുടെ ജീവിതം. പക്ഷേ സർക്കാരിന്റെ കണക്കിൽ കേരളം സന്തോഷത്തിൽ മുങ്ങിയ സംസ്ഥാനമാണ്. അതിദാരിദ്ര്യമില്ലാത്ത കേരളം എന്ന വലിയ വാക്കുകളും കോടികൾ ചിലവഴിച്ച PR പരസ്യങ്ങളും ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെച്ച് 10 വർഷം പഴയ കാലത്തെ അവസ്ഥകൾ എടുത്ത് ഇപ്പോഴത്തെ ഭരണപരാജയങ്ങൾ മറക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കോടികൾ ചിലവഴിച്ച് പരിപാടികളും ആഘോഷങ്ങളും നടത്തുന്നു. പാടാത്ത പാട്ടുകൾക്ക് പോലും ലക്ഷങ്ങൾ ചെലവ് കാണിച്ച് ദൂർത്താടുന്നു. പക്ഷെ ചോദ്യം ഇതാണ്, പരസ്യങ്ങൾ കൊണ്ട് ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യം മറക്കാനാകുമോ? കേരളത്തിലെ ജനങ്ങൾ ഇന്ന് എല്ലാം കാണുന്നു, എല്ലാം മനസ്സിലാക്കുന്നു. പരസ്യങ്ങൾ കൊണ്ടും വ്യാജ പ്രചരണങ്ങൾ കൊണ്ടും ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്ന ഭരണത്തോട് ജനങ്ങൾ അതിശക്തമായ മറുപടി തന്നെ നൽകിയിരിക്കും. കാരണം പരസ്യങ്ങളിൽ കാണുന്നതല്ല ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ ചില പരിമിതികളുണ്ട് ഇപ്പോൾ. പക്ഷേ ഞാനിതൊക്കെ പുറത്തു പറയും. കാര്യം ഇതൊന്നും ഒളിച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ഈ തിരുവിതാംകൂർ ദേവസ്വമുണ്ട കഥയിലേക്ക് ഞാൻ വീണ്ടും വരിക. എത്രയോ നിരപരാധികളായ മനുഷ്യർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ മേളിലൊക്കെ തന്നെ സംശയത്തിൻ്റെ കരിമ്പടം വീഴുന്നു. ഇവരൊക്കെ സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റുന്നതിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് ആളുകൾ സംശയിക്കുന്നു. എന്തുകൊണ്ട്? അവരതിന് കാര്യം മനസ്സിലായിട്ടും അവരതിൽ ഇടപെട്ടില്ല. സമയത്ത് ഇടപെടാതിരുന്നത് കൊണ്ടാണ് അവർക്കിപ്പോൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാതെ നമ്മുടെ വ്യവസായികളും നമ്മുടെ സംരംഭകരും ബുദ്ധിമുട്ടുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ മുടിവെട്ട് കടയിൽ ബാർബർ ഷോപ്പിൽ പോയപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം, ആളൊഴിഞ്ഞ കസേരകളാണ് അവിടെ വീക്കെൻഡിൽ പോലും. ഞാൻ ചോദിച്ചു എന്താ പറ്റുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല, മുടിവെട്ടുന്നല്ലേ മാറ്റി വെക്കാൻ പറ്റുമെന്ന് അവർ പറഞ്ഞു. അവർക്ക് വലിയ നിരാശയുണ്ട്. ഞാൻ നിങ്ങളെ പണ്ടൊരു കാര്യം ഓർപ്പിച്ചിരുന്നു. അതായത് ഒരു മാർക്കറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കാൻ വിൽക്കുന്ന ജെട്ടിയുടെ എണ്ണം നോക്കിയാൽ മതി എന്ന് എന്നെ പഠിപ്പിച്ച ഒരു ജെട്ടി സ്ഥാപനത്തിൻ്റെ, ജോക്കർ എന്ന് പറഞ്ഞ ജെട്ടി സ്ഥാപനത്തിൻ്റെ മാർക്കറ്റിംഗ് മേധാവിയുണ്ട്. ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ചാണ് അദ്ദേഹം ദിവ്യ പാഠം എന്നെ പഠിപ്പിച്ചത്. കാറൽ മാർക്സ് ഒരു കാര്യം പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവൻ സാമ്പത്തിക കാര്യങ്ങളാണ് സ്വാധീനിക്കുന്നതെന്ന്. ഈ മനുഷ്യൻ പറയുന്നത്, മാർക്കറ്റിൽ ജെട്ടിയുടെ വിൽപ്പന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് നിങ്ങൾക്ക് കണക്കാക്കാം. 1200 കോടിയാണ് ഞങ്ങളുടെ ആനുവൽ വിൽപ്പന. എന്നാൽ അത് 900 കോടിയിലേക്ക് കുറഞ്ഞപ്പോൾ, ജെട്ടി വിൽപ്പന കുറഞ്ഞപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമാവുന്നെന്ന് അയാൾ പറഞ്ഞത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജെട്ടിയും ബനിയനും നമുക്ക് ഇപ്പോൾ 2 ദിവസം പഴയതിട്ട് പോയാലും ഒന്നും സംഭവിക്കത്തില്ല, ആൾ കാണുന്നില്ലല്ലോ. അപ്പോൾ പൈസ ഇല്ലെങ്കിൽ നമ്മളത് മേനി നടിച്ച് നടക്കേണ്ട കാര്യമില്ലെന്നാണ് അയാൾ പറയുന്നത്. ഞാൻ പിന്നീട് എപ്പോഴും ദ തിയറി ഓഫ് ജെട്ടി അത് ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കാറുണ്ട്. അതാണ് ഇപ്പോഴും ഈ മുടിവെട്ട് കടയിൽ പോയപ്പോഴും എനിക്ക് തോന്നിയത്. അപ്പോൾ ഭയങ്കര ഞെരുക്കം വന്ന ഒരു സാഹചര്യം. നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിൽ ഒരു 14 ജില്ലകളിൽ ഞാനൊരു 30 ദിവസം നടന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ കണ്ട കേരളമേ അല്ല കേരളം. ആളുകൾക്ക് എന്തൊരു ക്ലേശമാണെന്നറിയാം, എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാമോ? രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ആളുകൾ ഇവിടുന്ന പാട് ചില്ലറയല്ല. നമ്മൾ പുറത്ത് കാണുന്ന പല ആളുകളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ജനസഞ്ചയത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ ഈ ടെലിവിഷൻ ചാനലുകളുമായി മുന്നോട്ട് പോകുന്നത്. ഏറ്റവും സങ്കടകരമായ ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അതിദരിദ്രമായ വിമുക്തമായ സംസ്ഥാനമായി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മുടെ ജനങ്ങൾക്ക് ജോലിയില്ല, ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. അപ്പോൾ ഈ ആളുകളിലേക്കാണ് നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മുടെ ടെലിവിഷൻ പരിപാടികളൊക്കെ കേബിൾ വഴി നമ്മൾ വിടുന്നത്.